ഇന്ന് നമ്മൾ ഈ ബൈബിൾ ക്ലാസ് പഠിച്ചത് കർത്താവിൻ്റെ വരവും നമ്മുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്നുള്ളതാണ്. അതിൽ നമ്മളെ തന്നെ ഒരുക്കണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം, നമ്മുടെ സഭയെ ഒരുക്കണം. സഭ സുവിശേഷീകരണത്തിലൂടെ ആ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തെ ഒരുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ലോകത്തെ സുവിശേഷം അറിയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കാനുള്ള ഒരു വലിയ ദൗത്യം, അതാണ് നമുക്ക് ഇന്ന് പറയാനായിട്ട് ഉള്ളത്. നമ്മുടെ കർത്താവ് വരുന്നു, അതൊരു നമ്മൾ ചിന്തിച്ച കാര്യമാണല്ലോ. അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനൊന്നും നമുക്ക് നോക്കേണ്ട കാര്യവുമില്ല. കാരണം അതറിയാമെന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റൊന്നും നമ്മൾ അറിയണ്ട. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരും. ആ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരുക്കണം, വിശുദ്ധിയിൽ നമ്മളെ തന്നെ ഒരുക്കണം, സഭയെ ഒരുക്കണം, കുടുംബത്തെ ഒരുക്കണം. എന്നാൽ അതേസമയം സുവിശേഷീകരണത്തിലൂടെ അതിനു വേണ്ടി ലോകത്തെയും ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ ഞാൻ ചിലപ്പം പറയാറുണ്ട്, കർത്താവിനെ ഞാൻ അറിഞ്ഞ ദിവസം കർത്താവ് എന്നെ അങ്ങ് വിളിച്ചായിരുന്നെങ്കിൽ, വല്ല വണ്ടി പിടിച്ച് ചത്തായിരുന്നെങ്കിൽ നേരെ സ്വർഗത്തിൽ പോയേനെ, അതിന് കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസമാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, എന്നാലും അന്നാണെങ്കിൽ എന്താണെങ്കിലും അങ്ങ് പോകും. പക്ഷേ അന്ന് പോയില്ല, പിന്നെയും പോയില്ല, ഇങ്ങനെ വീണ്ടും ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതിന് കർത്താവിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാകണം, അതാണ് എന്നെ ഒരുക്കുക. എന്നാൽ അതേപോലെ കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ നിങ്ങളെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. എന്തിനാ? നിങ്ങൾ അറിഞ്ഞ സുവിശേഷം മറ്റുള്ളവരറിയാൻ വേണ്ടി, അങ്ങനെ അവരും കർത്താവിനെ മനസ്സിലാക്കാൻ. അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് ഒരു കെട്ടിടം കൂടെ വേണം, ഒരു കാർ കൂടെ വേണം എന്നുള്ളതൊന്നും അല്ല എൻ്റെ മനസ്സിലെ ചിന്ത. എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ അന്ത്യകൽപ്പന നമ്മൾ പഠിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിലും അത് നമ്മൾ കാണുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും അവിടെ എല്ലാം കർത്താവ് അന്ത്യകൽപ്പനയായി തന്നിരിക്കുന്നത് സുവിശേഷം അറിയിക്കാനാണ്. ഒരാളുടെ അന്ത്യകൽപ്പന അതാണല്ലോ ഏറ്റവും. ഇപ്പം ഞാനിപ്പം ആഫ്രിക്കയിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ചില കാര്യം പറഞ്ഞു, ഇതേ അത് ചെയ്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാ. ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം ഏറ്റവും ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്നതിന് മുമ്പായി കർത്താവ് നമ്മളോട് പറഞ്ഞതാണ് ഏറ്റവും നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഇത് പറയാൻ കാര്യം എന്താ? ഇപ്പോൾ എനിക്ക് പാപിയായ ഒരു മനുഷ്യനെ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി അവൻ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം എനിക്കുണ്ട്. അധികാരം പണ്ടുമുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റത് കൊണ്ടാണ് എനിക്കിപ്പം അവനെ അങ്ങോട്ട്, അതാണ് അധികാരം, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനു മുമ്പ് കർത്താവിന് അധികാരമൊന്നും ഇല്ലായിരുന്നെന്നല്ല, കർത്താവിന് നമ്മുടെ പാപങ്ങളെ മോചിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരമെന്ന് പറയാം, ഞാൻ പറഞ്ഞല്ലോ ദൈവമാണ് അധികാരി. പക്ഷേ ആ അധികാരം അവൻ ചെയ്തത്, ഇപ്പം ഞാൻ ടി വിയിലെ പലപ്പോഴും സെക്യുലർ ടി വിയിലൊക്കെ പണ്ട് ഞാൻ ടോക്ക് ഷോ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സദ്ഗമയ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
ആ പ്രോഗ്രാമിൽ പലപ്പോഴും അവർ എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ഈ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അവർ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം നടക്കുന്നത്? എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു പല മത നേതാക്കളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മത നേതാവിനോട്, ഗൾഫിലാണ് ഉള്ള ഒരു മത നേതാവിനോട് ഒരിക്കൽ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പം അദ്ദേഹം എന്നെ ഈ രാജ്യത്തിൻ്റെ മതക്കാരനാക്കാനാണ് നോക്കുന്നത് മുഴുവൻ. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഗവൺമെൻറ് പൈസ കൊടുത്താക്കിയിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്നോട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരൊറ്റ ചോദ്യം ചോദിച്ചതാണ്, പാപം മോചിക്കപ്പെടുവാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് എന്താണ് മാർഗം? എന്നാൽ അവർ പറഞ്ഞു, അത് പാപം ഏറ്റു പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പാപം ഏറ്റു പറഞ്ഞാലും അതിനൊരു റീസൺ അല്ലെങ്കിൽ വിടുതൽ ആവശ്യമുണ്ടല്ലോ. അതിന് പാപത്തിന് പകരമായിട്ട് നിങ്ങൾ ചെയ്ത തെറ്റിന് പകരമായിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നമുക്കറിയാം വിടുത്തുകാരങ്ങനെ കൊടുക്കുന്നത്. ആ കാര്യമൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചു, വല്ല ഉറപ്പുമുണ്ടോ നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടെന്ന്? പറഞ്ഞ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ഹോപ്പ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ഹോപ്പ്. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. വിദേശികളെ ഇത് പഠിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. അത് ഭയത്തിനും പ്രത്യാശയ്ക്കും ഇടയ്ക്ക് കിടക്കുക. അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുകയില്ല. ഒടുവിൽ അവിടെ ചെല്ലുമ്പം ചിലപ്പം തലമുടി നാല് ഏഴായിട്ട് കീറി അതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ നടക്കണം. ചിലപ്പോൾ താഴെ വീണാൽ പോയി, വീണില്ലെങ്കിൽ അക്കരെ ചെല്ലും. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ഹോപ്പ്. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പാപമോചനത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ കാരണം, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത കർത്താവ് അതിന് പകരം കൊടുത്തു കഴിഞ്ഞു. കർത്താവ് വന്നതെന്തിനാണ്? അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ. അവൻ്റെ ജീവൻ കൊടുത്തത് കൊണ്ട്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തത് കൊണ്ട്, അല്ലേ? അവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പം ഞാൻ 10 ലക്ഷം രൂപ ആരോടെങ്കിലും കടം വാങ്ങിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു പോയി, എൻ്റെ മകനോ മകളോ പോയി 50 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, ഒടുവിൽ അത് വീട്ടാൻ പറ്റിയില്ല, വീട്ടാൻ പറ്റാതെ വന്നു. ഞാനൊരു ജഡ്ജിയാണെന്ന് വയ്ക്കുക. എൻ്റെ മുമ്പിലാണ് കേസ് വന്നത്. എൻ്റെ മോൻ്റെ കേസാണ്. എൻ്റെ മുമ്പിലാണ് കേസ് വന്നത്. കേസ് വന്ന് ഞാൻ നീതിയുള്ളവനാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് അവൻ്റെ തെറ്റ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ കടം വാങ്ങിച്ചതില്ലാതാകുമോ? ഇല്ല. എനിക്കങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ പറയണമെങ്കിൽ ജഡ്ജിക്ക് വേണേൽ പറയല്ലോ എന്ന് ചോദിക്കാം. ജഡ്ജിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അയാൾ നീതിയുള്ളവനല്ല. നീതിയുള്ളവനാണെങ്കിൽ അയാൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാനൊരു മാർഗ്ഗമേ ഉള്ളൂ. അയാൾ ഈ 50 ലക്ഷം രൂപ മകന് പകരം കൊണ്ട് കൊടുത്താൽ ഈ മകനെ രക്ഷിക്കാൻ പറ്റും. ഇതുപോലെ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണം. ആ പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശു ഏറ്റെടുത്തത് കൊണ്ടാണ് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നെനിക്ക് ഉറപ്പുള്ളത്. അത് ലോകത്തിൽ ഒരു മതവും നൽകുന്ന ഉറപ്പല്ല. ലോകത്തിലെ ഒരു മതവും ശരിയായ പാപമോചനത്തിൻ്റെ ഉറപ്പ് നൽകുന്നില്ല. അതിനുവേണ്ടി ആരും സ്വർഗത്തിൽ എവിടെങ്കിലും ഇരിക്കുന്ന ഒരു ദൈവം നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തീരുന്നതല്ല എൻ്റെ പാപക്ഷമ. ആ പാപത്തിൻ്റെ മറുവില കൊടുക്കണം. അത് യേശു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, the forgiveness of sin happens only at the expense of cross. ക്രൂശിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ മനുഷ്യവർഗത്തിൻ്റെ പാപം
മോചിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപമോചനം എന്ന് പറയുന്നത് വൈകായിട്ട് പലരും പല പദങ്ങളിലും പറയുമായിരിക്കും. പക്ഷേ പാപമോചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ അല്ലാതെ അസംഭവ്യമാണ്, നടക്കത്തില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശിലൂടെ പാപമോചനം സാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് മാത്രമേ, യേശുവിലൂടെ മാത്രമേ പാപമോചനം സാധിക്കത്തുള്ളൂ. ഒരു മതക്കാരനും പാപമോചനം കൊടുക്കാൻ കഴിയില്ല. ഒരു ദൈവവും, വേറെ ദൈവമൊന്നുമില്ല, ഇനി അവർ പറയുന്ന ഒരു ദൈവങ്ങൾക്കും പാപമോചനം കൊടുക്കാൻ കഴിയില്ല. പാപമോചനം കൊടുക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, അതെൻ്റെ കർത്താവാണ്. കർത്താവ് പറഞ്ഞു, അതിനുള്ള അധികാരം ഇപ്പോഴെനിക്കുണ്ട്. ഞാൻ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അതുകൊണ്ട് പാപമോചനം കൊടുക്കാനുള്ള അധികാരം എനിക്കുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സോ യു ഗോ, നിങ്ങൾ പോ, നിങ്ങൾ ചെല്ല്. എന്താണെന്നറിയാമോ? ഈ പാപമോചനത്തിനുള്ള ആ പിൻബലം കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ പോയി മനുഷ്യനോട് യേശുക്രിസ്തുവിലൂടെയുള്ള പാപങ്ങളുടെ മോചനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ പാപം മോചിക്കപ്പെടും. ആ ഉറപ്പെനിക്കുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 16:15 മുതൽ 20 വരെയും, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയും, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 23 വരെയുമുള്ള എല്ലാ വാക്യങ്ങളിലും നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ അന്ത്യകൽപ്പന. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, സോ യു ഗോ, ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൺ അൺ ടു മീ, സോ യു ഗോ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ്, ആ അധികാരം ഞാനിപ്പം നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. നിങ്ങൾ പോയി ഇത് കൈമാറ്റം ചെയ്യണം. ആളുകളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആളുകളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആ ആളുകളെ ഞാൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ കൊണ്ടുവന്ന് യേശുവിൻ്റെ കൈ കൊടുക്കുക, യേശു അവരെ ദൈവത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെയാണ് പാപം മോചിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 20 മുതലുള്ള വാക്യങ്ങൾ. ഇത് കളഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം കത്തോലിക്ക സഭ പറയുന്നത് അതുകൊണ്ട് പുരോഹിതന്മാർക്ക് പാപമോചനത്തിനുള്ള അധികാരമുണ്ടെന്നാണ്. അതല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു പ്രിവിലേജ് അല്ല, ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. കർത്താവ് പറയാണ്, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പകരമായിട്ട് ഞാൻ മരിച്ചു, പക്ഷേ അവരെന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വരണം. പാപമോചനത്തിനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ പോകണം. നിങ്ങൾ പോയി ഈ ജനത്തോട് സുവിശേഷം പറഞ്ഞ് അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ പാപം മോചിച്ച് ഞാൻ അവരെ പിതാവിൻ്റെ അടുക്ക കൊടുക്കും. നിങ്ങൾ പോയില്ലെങ്കിൽ അവരവരുടെ പാപങ്ങളിൽ മരിക്കും. അതുകൊണ്ട് അവിടെ പറയുന്നത്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ, നമ്മൾ മോചിക്കുകയല്ല, ആരുടെ പാപം ചെയ്ത മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ സുവിശേഷം അറിയിച്ച് അവനെ യേശുവിങ്കലേക്ക് നയിച്ചാൽ അവൻ്റെ പാപം മോചിക്കപ്പെടും. എന്നാൽ നിങ്ങൾ പോയില്ലെങ്കിൽ അവരുടെ പാപങ്ങളിൽ മരിക്കും. നിങ്ങളുടെ കയ്യിലായിപ്പം ഈ പാപമോചനം ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഒരു കോടതിയിൽ ഒരുത്തൻ എന്തെങ്കിലും ഒരു കൊലപാതകം പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അവനെ തൂക്കിക്കൊല്ലും. പിന്നെ അവന് രക്ഷപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ? ഒരു മാർഗമുണ്ട്. എന്നാണെന്നറിയാമോ? പ്രസിഡൻറ്റിന് ദയാഹർജി കൊടുക്കുക.
ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രസിഡൻറ്റിന് ദയ തോന്നിയാൽ ഇവന് ഒരു പാപമോചനം, അതിൻ്റെ ഒരു കടലാസ്, അതായത് നീ തെറ്റ് ചെയ്തു, പക്ഷേ ഞാൻ നിൻ്റെ തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു, ഇവനെ തൂക്കിക്കൊല്ലാൻ പാടില്ല, ഇവനെ തൂക്കുകയറിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കടലാസ്, ഒരു നോട്ട്. ഈ നോട്ട് ഈ കോടതിയിൽ കൊണ്ട് കൊടുത്താൽ അവനെ വെറുതെ വിടും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ പ്രസിഡൻ്റ് എന്ത് ചെയ്തെന്നറിയാമോ? പ്രസിഡൻ്റ് ഈ പാപമോചന അല്ലെങ്കിൽ പാർഡൻ നോട്ട്, പാപമോചനം എന്നുള്ള ക്ഷമാ ചീട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയി ഈ വധശിക്ഷ കാത്ത് നിൽക്കുന്ന അവൻ്റെ കയ്യിൽ കൊടുക്കുക, അവനത് കോടതിയിൽ കൊടുക്കും. ഇത് സെക്രട്ടറിയുടെ കയ്യിലിരിക്കുക. സെക്രട്ടറിയുടെ കയ്യിലിരുന്ന് ഇയാൾ എന്ത് ചെയ്തു? അയാൾ ആ ആഴ്ചയിൽ ഫാമിലിയെ കൂട്ടി സ്വിറ്റ്സർലൻഡിന് ഒരു ടൂർ പോകാനിരുന്നത്. അതുകൊണ്ട് ഈ നോട്ടും വെച്ചോണ്ട് അത് പോക്കറ്റിലിട്ടുകൊണ്ട് ഇയാൾ ഭാര്യയും കൂട്ടി സ്വിറ്റ്സർലൻഡിൽ പോയെന്ന് വയ്ക്കുക. പക്ഷേ ഇവൻ്റെ ഇപ്പം ഒരാഴ്ചത്തേക്ക് പോയിരിക്കുക. ഞായറാഴ്ച അല്ല, വെള്ളിയാഴ്ച ഇത് കൊടുത്തത്, തിങ്കളാഴ്ച ഇവനെ തൂക്കിക്കൊല്ലുന്നത്. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവൻ്റെ കൈ കിട്ടണം, അവനിത് കൊണ്ട് കൊടുത്താലേ പറ്റുള്ളൂ. പക്ഷേ ഇതും കൊണ്ട് ഇവൻ സ്വിറ്റ്സർലൻഡിൽ പോയാൽ ഇവൻ ചാകും. കാര്യം ഈ പാർഡൻ നോട്ടില്ലെങ്കിൽ എന്താ, അവൻ കൊല്ലപ്പെടും. അപ്പം ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാ? അവൻ മരിച്ചാൽ അവൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ആരാ? പറ. സെക്രട്ടറിയാ. ഒരു സെക്രട്ടറിയുടെ പാപമോചനത്തിൻ്റെ അവന് കൊടുക്കാനുള്ള ചീട്ട് കൈ കിട്ടിയിരിക്കുക. ഇതും കൊണ്ട് ഇവൻ ഈ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഇത് കൈമാറിയാലേ അവന് രക്ഷയുള്ളൂ, അവൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതുപോലെ മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിൻ്റെ ആ റെസീറ്റ് കർത്താവ് നിൻ്റെ കൈ തന്നിട്ട് പറയാണ് കൊണ്ട കൊടുക്കാൻ. അതുകൊണ്ട് നീ അവിടെ ഇവിടെ നടന്നിട്ട് ഒരുത്തൻ മരിച്ച് നരകത്തിൽ പോയാൽ അതിൻ്റെ ഉത്തരവാദി നീയാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ, അവന് പാപം മോചിക്കാനുള്ള അധികാരം ഉണ്ടായിട്ടല്ല, നിന്റെ കയ്യിൽ ഈ പാർഡൻ നോട്ട് ഇരിപ്പുണ്ട്, ആ പാർഡൻ നോട്ട് നീ കൊണ്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ആ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നല്ലോ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നു, അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. കാര്യം പാർഡൻ നോട്ട് നമ്മുടെ കയ്യിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്തൊരു വലിയ ഉത്തരവാദിത്തമായതെന്നൊന്ന് ആലോചിക്കണം. ദൈവം അവൻ്റെ പാർഡൻ നോട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക, മനുഷ്യവർഗത്തിൻ്റെ പാർഡൻ നോട്ട്. ഇത് നീ കൊണ്ട് കൊടുത്ത് ആ പാർഡൻ നോട്ടുമായിട്ട് ജഡ്ജിയുടെ അടുത്ത് പോകണം. നമ്മൾ ചെന്ന് പറയുന്ന സുവിശേഷം സ്വീകരിച്ചിട്ട് അവൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ അവന് രക്ഷയുണ്ട്, അവൻ നരകത്തിൽ പോകത്തില്ല. പക്ഷേ ഇത് നിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് നീ അവിടെയും ഇവിടെ നടന്നിട്ട് അവൻ നഷ്ടപ്പെട്ടു പോയാൽ നീ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് അത് നിൽക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. എന്തൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സുവിശേഷം അറിയിക്കാതിരിക്കുമോ പ്രിയമുള്ളവരെ? പൗലോസ് പറയുന്ന വാചകം, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാര്യം അവൻ്റെ ജീവൻ, അവൻ്റെ നിത്യത എൻ്റെ കയ്യിലാണ്, എൻ്റെ ചുറ്റുമുള്ളവരുടെ നിത്യത എൻ്റെ കയ്യിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കിത് അറിയത്തില്ലേ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. കർത്താവ് പറയുക, നീ മോചിക്കണം. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ നിലയിൽ കർത്താവ് നമ്മളിലൂടെ ഇത് നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതവൻ ദൂതന്മാരെ അല്ല ഏൽപ്പിച്ചത്,
സുവിശേഷം അറിയിക്കാൻ അവൻ ദൂതന്മാരെ അല്ല ഏൽപ്പിച്ചത്. സുവിശേഷം അറിയിക്കാൻ അവൻ ഏൽപ്പിച്ചത് എന്നെയും നിങ്ങളെയുമാ. നിങ്ങളുടെ കയ്യിൽ മനുഷ്യവർഗത്തിൻ്റെ പാടന്നോട്ട് തന്നിരിക്കുക. അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സുഖിച്ച് മതിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് ഈ പാപമോചനത്തിൻ്റെ ചീട്ട് അവൻ്റെ കയ്യിൽ കൊടുത്ത് ഇതും കൊണ്ട് ചെല്ല്, നിനക്ക് രക്ഷയുണ്ട്, നിന്റെ നിത്യത ഈ നോട്ടിനകത്തായി ഇരിക്കുന്നത്, ഇതിനകത്ത് നിത്യതയുണ്ട് എന്ന് നീ ചെന്നൊന്ന് പറ. പ്രിയമുള്ളവരെ, ഇതിൻ്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സീരിയസ് അല്ലെന്നുള്ളതാ. വി ആർ നോട്ട് സീരിയസ്. സുവിശേഷീകരണത്തെക്കുറിച്ച് നമ്മൾ സീരിയസ് അല്ല. പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവ് പറയുന്നത്, നമ്മൾ കർത്താവ് വരുന്നു സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെന്ന് സാക്ഷിയാകണം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഈ സഭയെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് തന്നെ കുറേ ദിവസത്തെ ബൈബിൾ ക്ലാസ് എടുക്കാനുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, അത് സാരമില്ല. നിങ്ങൾ ഈ മുഴുവൻ കാര്യങ്ങൾ ഇവിടുന്ന് കേൾക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പോയി ഒന്ന് പഠിക്കുക, നിങ്ങൾ പോയി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര അത്യാവശ്യമുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്ര മണിക്കൂറുകൾ ഇത് പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കർത്താവിൻ്റെ അന്ത്യകൽപ്പന ഗോ ആൻഡ് പ്രീച്ച്, പോവുക, സുവിശേഷം അറിയിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഗോ ആൻഡ് പ്രീച്ച്. നമ്മൾ പോയി സുവിശേഷം അറിയിക്കുക. അവർ വിശ്വസിക്കും. വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെട്ടാൽ അടുത്തത് അവൻ സഭയിൽ വരണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്, ഇപ്പം സഭയിൽ വരണമെന്ന് ആൾക്കാർക്ക് അങ്ങനെ നിർബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ഓൺലൈൻ മതിയല്ല. ഇന്ന് ഈ ഇന്ത്യയിലൊക്കെ ബാംഗ്ലൂരിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉപ്പ് വാങ്ങിക്കണമെങ്കിൽ ഓൺലൈനിലാണ്. 10 രൂപയുടെ ഉപ്പ് വേണമെങ്കിലും ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. അതങ്ങ് പഠിച്ചു പോയി ഞങ്ങളുടെ പിള്ളേർ, എൻ്റെ പിള്ളേർ ഉൾപ്പെടെ. ഒരു സാധനം കടയിൽ പോയി വാങ്ങിക്കത്ത് പോലും ഇല്ല. എന്തോ വേണമെങ്കിലും ഹലോ 352 വികാസ്പുരി ഒരു 10 രൂപയുടെ ഉപ്പ് കൊടുത്തു വിടണം കേട്ടോ. അതും ഓൾറെഡി പൈസ എല്ലാം അതും ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. ഇപ്പം വന്ന് തിരുവത്താഴവും ഓൺലൈനാണ്, സുവിശേഷവും ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത്. ഓൺലൈനിൽ സുവിശേഷം അറിയിച്ചു, പക്ഷേ സഭ എന്ന് പറയുന്നത് നീ വന്ന് ഇരുന്ന് കൂട്ടായ്മ ആചരിക്കണം. ആ സഭയോടുള്ള കർത്താവിൻ്റെ സഭയോട് കർത്താവ് സംസാരിക്കുന്നതൊക്കെ സഭയോടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നതൊക്കെ സഭയ്ക്കാണ് ലേഖനങ്ങൾ എഴുതുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലെല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകുമെന്നാണ് പറയുന്നത്. സാക്ഷികളാകും. പ്രസംഗിക്കണമെന്നല്ല, പക്ഷേ പുറത്തു പോയി നമ്മൾ പറയേണ്ടത് നമ്മുടെ സാക്ഷ്യമാണ്. കഴിഞ്ഞ ആഴ്ച കർത്താവ് എനിക്ക് നല്ലവനും വിശ്വാസമായിരുന്നു. അതല്ല സാക്ഷ്യം എന്ന് പറയുന്നത്. വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഡൺ ഫോർ യു ആൻഡ് വാട്ട് ഹീ ക്യാൻ ഡു ഫോർ യു. വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഡൺ ഫോർ മീ ആൻഡ് വാട്ട് ക്രൈസ്റ്റ് ക്യാൻ ഡു ഫോർ യു. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, കർത്താവിന് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ്. ഒരിടത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ രാവിലെ കാർ ഓടിച്ച് പോയ കൂട്ടത്തിൽ വഴിയിൽ ഒരു പട്ടി കിടക്കുന്നു. ഓൺ അടിച്ചിട്ട് ഇത് എണീറ്റ് ഞൊണ്ടി പോയപ്പം ഡോക്ടർക്ക് മനസ്സിലായി ഏതോ വണ്ടി കാലേ കയറി കാലൊടിഞ്ഞതാണ്. ഡോക്ടർ ഭയങ്കര മനസ്സലിയുള്ള ആളാണ്. അയാൾ എന്ത് ചെയ്തു? ഇറങ്ങി ഈ പട്ടിയെ ബാക്ക് സീറ്റിൽ എടുത്തിട്ട്
ക്ലിനിക്കിൽ കൊണ്ടുപോയി, ക്ലിനിക്കും വീടും ഒരുമിച്ച് അങ്ങയുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ബോണെല്ലാം വെച്ച് കെട്ടി ഒരു 3 ആഴ്ച കൊണ്ട് ഏകദേശം ഈ പട്ടിക്ക് പിന്നെയും നടക്കാൻ പറ്റി. അത്രയും നാളുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡോക്ടറാണ് നോക്കുന്നത്, ഫുഡ് കൊടുക്കുന്നതുമെല്ലാം. പക്ഷേ പട്ടിക്ക് ഡോക്ടറോട് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് അടുത്ത് വന്ന് ഇരിക്കും, ഡോക്ടറുടെ കാലയിലൊക്കെ ഇങ്ങനെ മണപ്പിച്ച് നിൽക്കും, ഡോക്ടർ ഇങ്ങനെ തലോടും. അങ്ങനെ പട്ടി ഡോക്ടറുടെ വീടിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ രാവിലെ പത്രം വായിക്കാൻ ഡോക്ടർ വന്നിരുന്നാൽ ഉടനെ തന്നെ പട്ടിയും വന്ന് അടുത്ത് വന്നിരിക്കും. അങ്ങനെ ഒരു മാസമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പട്ടിയെ കാണുന്നില്ല. രാവിലെ പത്രം വായിക്കാനിരുന്നപ്പം ഇതെവിടെ പോയടാ എന്നൊക്കെ ഡോക്ടർ ആലോചിച്ചിരുന്നു. പത്രം വായിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ദൂരെ നിന്ന് ഈ പട്ടി നടന്നു വരുന്നു. ഞൊണ്ടിയൊന്നുമല്ല, നടന്നു വരിക, പെരിയ നടന്നു വരിക. നോക്കിയപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഞൊണ്ടിപ്പട്ടിയുമുണ്ട്. എന്നാണെന്നറിയാമോ? ഈ പട്ടി രാവിലെ എഴുന്നേറ്റ് പോയി അവിടെ അതിൻ്റെ കാലൊളിഞ്ഞ സ്ഥലത്ത് ചെന്നപ്പം അവിടെ പല പട്ടികളുടെയും കാലൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു പട്ടി കാലൊളിഞ്ഞ് കിടക്കുക. ഉടനെ ഈ പട്ടി ചോദിച്ചു, മോനെ സഹോദര എന്തോ പറ്റി? കാണത്തില്ലയോ എൻ്റെ കാലൊളിഞ്ഞിരിക്കുന്നത്? അത് കണ്ടടാ, അതുകൊണ്ടാണ്. പക്ഷെ നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് പിന്നെ കഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? എൻ്റെ കാലൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാനാ? അല്ല മക്കളെ, ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ നിന്നെ സൗഖ്യമാക്കും. അത് നിനക്കങ്ങനെ അറിയാം? എടാ, ഞാനും ഇവിടെ കാലൊളിഞ്ഞ് കിടന്നതാണ്, പക്ഷെ ആ ഡോക്ടർ വന്ന് എന്നെ രക്ഷിച്ചു. അത് നീ കാശുകാരനായിരിക്കും, അതുകൊണ്ടാണ്. എനിക്ക് ഡോക്ടർക്ക് കൊടുക്കാൻ ഫീസൊന്നും കൊടുക്കാൻ എൻ്റെ പൈസയൊന്നുമില്ല. എൻ്റെ പൊന്ന് സഹോദര, ഈ ഡോക്ടർ ഫീസൊന്നും വാങ്ങിക്കത്തില്ല, ഇത് സൗജന്യമാണ്. എത്ര നാളെടുക്കും? 3 ആഴ്ച കൊണ്ട് എൻ്റെ കാല് ഞാൻ നടക്കാൻ തുടങ്ങി. ആ 3 ആഴ്ച എനിക്ക് വന്നവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അതെന്താ? എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ 3 ആഴ്ച. എടാ, നീ പട്ടിണി കിടക്കണ്ട, നിനക്ക് തിന്നാനുള്ളതെല്ലാം ഡോക്ടർ തരും, എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തു തരും. ആണോ? നീ ബാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ. നിനക്ക് വേണ്ടി യേശു എന്തു ചെയ്തോ അത് മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് പറ, അത് ഈ കർത്താവ്, എൻ്റെ പാപത്തെ ക്ഷമിച്ചവൻ നിൻ്റെ പാപത്തെയും ക്ഷമിക്കും, എന്നെ വീണ്ടെടുത്തവൻ നിന്നെയും വീണ്ടെടുക്കും. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ സാക്ഷിയാകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാക്ഷിയാകണമെന്ന് പറയുന്നത് അവിടെ ചെന്ന് പറയുമ്പം നമുക്കൊരു വലിയൊരു പ്രശ്നമുണ്ട്. നീ എന്ന് പറഞ്ഞാൽ എല്ലാം സാക്ഷ്യം പറയുന്നത്. അതായത് നമ്മൾ ഏതാണ്ട് കൂടിയ ആളും മറ്റുള്ളവരെല്ലാം കുറഞ്ഞ ആളും എന്നുള്ള നിലയിൽ, നീ ഒരു പാപിയാണ്. നീ പിന്നെ തിരിച്ച് ഞാൻ ചോദിക്കാം, നീ ആരായിരുന്നു? നമ്മളും പാപിയല്ലായിരുന്നു? പറയുമ്പോൾ പറയണം, സഹോദര, നമ്മളെല്ലാവരും പാപികളായി ജനിച്ചവരാ. നമ്മൾ പണ്ടൊരു ചാപ്ലൈൻസ് ഉണ്ടല്ലോ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ, അവർ ഈ കൊലക്കുറ്റത്തിനൊക്കെ വിധിക്കപ്പെട്ടവരുടെ അടുത്ത് പോയി സുവിശേഷം പറയണമെന്ന് അവരുടെ ജോലിയാണ്. അപ്പോൾ ജോലി തീർക്കാൻ ഇങ്ങേരി എന്നൊരാളുടെ അടുത്ത് ചെന്ന് ഭയങ്കരമായിട്ട് സുവിശേഷമൊക്കെ പറഞ്ഞതെല്ലാം നീ ഒരു പാപിയാണ്, നിന്നെ വിടുവിക്കുവാൻ നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ശ്രദ്ധിച്ചൊന്നുമില്ല. അപ്പോൾ ഇയാൾ തിരിച്ചു വന്നപ്പം ഇയാളുടെ അറ്റൻഡർ ചോദിച്ചു, സാറേ അവൻ രക്ഷിക്കപ്പെട്ടോ? അവൻ കേട്ടുപോലുമില്ല, അവൻ നോക്കി പോലുമില്ല. ഞാൻ പോയി ഒന്ന് പറയട്ടെ? എടാ, ഞാൻ തിയോളജി PhD, നീ എന്തോ പഠിച്ചിട്ടുണ്ട്? ഞാനൊന്നും പഠിച്ചിട്ടില്ല. നീ പറ. അവൻ അവിടെ ചെന്ന് പറഞ്ഞു, സഹോദര, നമ്മളെല്ലാവരും പാപികളായിരുന്നു. നമ്മൾ വി എന്ന അവൻ പറഞ്ഞത് മുഴുവൻ. ചാപ്ലൈൻ പറഞ്ഞതെല്ലാം യു. ആ മനുഷ്യൻ കർത്താവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. നമ്മൾ സാക്ഷിയാവുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാക്ഷിയാവുക. എന്നാൽ ഇത് when the Holy Spirit will come upon you, you shall receive power and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ശരിക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് തന്നെ സാക്ഷിയാകാനാ, അല്ലാതെ ഛർദ്ദിക്കാനൊന്നുമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീ ഛർദ്ദിക്കും എന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീ സാക്ഷിയാകും.
അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നോ എന്നുള്ളതിൻ്റെ തെളിവെന്താ? ഞാൻ അന്യഭാഷയിലൊക്കെ സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു, എന്നിൽ വസിക്കുന്നു എന്നതിൻ്റെ, ആത്മാവ് വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഞാൻ അന്യഭാഷയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവെന്നറിയാമോ? സാക്ഷിയാവുക എന്നുള്ളതാണ്. ശരിയായിട്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ, നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ സാക്ഷിയായിരിക്കും. മറ്റുള്ളവരോട് നീ കർത്താവിനെക്കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ സാക്ഷിയാവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഇഫ് യു ഹാവ് റിസീവ്ഡ്, വലിയ അഭിമാനത്തോടൊക്കെ പറയും, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, അല്ലെ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. വെരി ഗുഡ്, നല്ല കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ആർ യു എ വിറ്റ്നസ്? നിങ്ങൾ സാക്ഷിയാണോ? ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാ. യു ഹാവ് റിസീവ്ഡ് ഹോളി സ്പിരിറ്റ്, ബട്ട് മൈ ക്വസ്റ്റ്യൻ, ആർ യു എ വിറ്റ്നസ് ഫോർ ജീസസ്? നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. വി നീഡ് ടു ബി എ വിറ്റ്നസ്. വിറ്റ്നസ് ആരുടെ അടുത്താ? എല്ലായിടത്തും. കർത്താവിനോട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നീ ശ്രീലങ്കയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശ്രീലങ്കയിൽ പോയി ഞാനിരുന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ കർത്താവ് എനിക്ക് തന്ന, ഞാൻ ആഫ്രിക്കയിലോട്ട് അങ്ങോട്ട് പോയ സമയമാണ്. അന്ന് അപ്പോസ്തല പ്രവൃത്തികളിലെ തന്നെ 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം കർത്താവിനോട് സംസാരിച്ചു. 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും. കർത്താവ് പറഞ്ഞു, ദാറ്റ് ഈസ് മൈ ഡിസയർ. എല്ലായിടത്തും എല്ലാവരും. അതുകൊണ്ട് നീ എല്ലായിടത്തും പോകണം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്നവർ എല്ലായിടത്തും എല്ലാവരും, എവ്രി വൺ എവ്രിവെയർ. ഞാൻ ആഫ്രിക്കയിൽ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. കർത്താവിനോട് പറഞ്ഞു, യു ഗോ ദെയർ. ഞങ്ങൾ അവിടുത്തെ പ്രവർത്തനത്തിന് പേരൊന്നും ഇട്ടിട്ടില്ല, എങ്കിലും ഞങ്ങൾ ഈ ബൈബിളൊക്കെ വാങ്ങിക്കുമ്പം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പോലെ അവിടെ പറയണം. അപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഇവാഞ്ചലിസം ടാൻസാനിയ എന്നാണ്. സെറ്റ് സാച്ചുറേറ്റഡ് ഇവാഞ്ചലിസം, എല്ലായിടത്തും എല്ലാവരും. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും, എല്ലായിടത്തും. ഞാൻ അവരോട് പറയും, ഇവിടുത്തെ എല്ലാ സ്കൂളുകളിലും സുവിശേഷം അറിയണം, ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലും സുവിശേഷം അറിയണം, ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റുകളിലും സുവിശേഷം അറിയണം. കാര്യം കർത്താവ് ഇച്ഛിക്കുന്നത് എല്ലായിടത്തും എല്ലാവരും, എവ്രി വൺ എവ്രിവെയർ. നിങ്ങളിത് മനസ്സിൽ കുറിച്ചു വെക്കണം. നമ്മൾ ചുറ്റും കാണുന്ന എല്ലായിടത്തും എല്ലാവരും. അതാണ് കർത്താവിൻ്റെ ആ ആഗ്രഹം എന്ന് പറയുന്നത്. ഇതൊത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, വാട്ട് ഷാൽ ഐ ഡു? എവ്രി വൺ എവ്രിവെയർ. അത് ആർക്കുള്ളതാണ്? എവ്രി വൺ, എല്ലായിടത്തും എല്ലാവരും. ഇനി മറ്റൊരു കാര്യം, എല്ലാവരും സുവിശേഷകരാകണം. എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പാസ്റ്റർമാരല്ല. പക്ഷേ എല്ലാവരും സുവിശേഷം അറിയിക്കണം, എല്ലാവരും സാക്ഷിയാകണം. When the Holy Spirit will come upon you, you shall be my witnesses. Not only apostles, everyone, എല്ലാവരും. അപ്പം മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട് എന്ന് പറയാറുണ്ട്, ഉണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങളും ഒരു മിഷനറിയാണ്, ആകണം. എങ്ങനെയാണെന്നറിയാമോ? എവ്രി വൺ എവ്രിവെയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എവ്രി വൺ, ഒരു ഇംഗ്ലീഷിലെ ഒരു ദൈവദാസൻ പറഞ്ഞതാണ്, എവ്രി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി. ക്രിസ്തുവുള്ള എല്ലാവരും ഒരു മിഷനറിയാണ്. ആൻഡ് എവ്രി വൺ വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും കൂടെ ആഫ്രിക്കയിൽ വരണമെന്നല്ല ഞാൻ പറയുന്നത്. ആഫ്രിക്ക വരുന്നത് സന്തോഷം, പക്ഷെ എല്ലാവരും കൂടെ ആഫ്രിക്ക വരണമെന്നോ എല്ലാവരും കൂടെ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാവരും, when you have Christ inside you, you are a missionary.
എവിടെ പോയി സുവിശേഷം അറിയേണ്ടത്? എവരി വൺ വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് ദ മിഷൻ ഫീൽഡ്. ക്രിസ്തു ഇല്ലാത്തവൻ മിഷൻ ഫീൽഡാണ്. അതുകൊണ്ട് മിഷൻ ഫീൽഡ് ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ മാത്രമല്ല ഉള്ളത്. മിഷൻ ഫീൽഡ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും. നിങ്ങളുടെ പിള്ളേർ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ മിഷൻ ഫീൽഡാണ്. നിങ്ങളുടെ അയൽവക്കക്കാരൻ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരൻ നിങ്ങളുടെ മിഷൻ ഫീൽഡാണ്. നിങ്ങളുടെ ഓഫീസിലുള്ളവർ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ മിഷൻ ഫീൽഡാണ്. സ്വതന്ത്രമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി. ക്രിസ്തുവുള്ള എല്ലാവരും മിഷനറിയാണ്. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? ഐ ആം എ മിഷനറി. ഒന്ന് പറഞ്ഞേ, ഐ ആം എ മിഷനറി. ഞാനൊരു മിഷനറിയാണ്. ബിക്കോസ് ഐ ഹാവ് ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തു ഉണ്ട്. ഞാനൊരു മിഷനറിയാണ്. സോ ഐ നീഡ് ടു ബി എ മിഷനറി ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ ഞാനൊരു മിഷനറി ആയിരിക്കണം. ഇനി അടുത്തൊരു മിഷൻ ഫീൽഡ് ഞാൻ പറഞ്ഞുതരാം. പണ്ടില്ലാതിരുന്ന ഒരു മിഷൻ ഫീൽഡാണ്. ഏതാണെന്നറിയാമോ? ചർച്ച്. പണ്ടൊക്കെ ചർച്ചിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരുന്നു. ഇന്നിപ്പം ചർച്ചിൽ പലരും രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം തൃശ്ശൂർ ചെന്നപ്പം ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, സാച്ചായ 15 കൊല്ലം മുമ്പ് തൃശ്ശൂരെ ഞങ്ങളുടെ സഭയിൽ വന്ന അച്ചായൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ സുവിശേഷം സഭകളിലും പ്രസംഗിക്കേണ്ടി വരുമെന്ന്. 15 കൊല്ലം മുമ്പ് പറഞ്ഞതാ അച്ചായ. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുക. ചെറുപ്പക്കാർ പലരും രക്ഷിക്കപ്പെട്ടതല്ല. അപ്പം നമ്മുടെ ചർച്ചും ഒരു മിഷൻ ഫീൽഡാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് സഭയിലും സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ സഭയിലെ കുഞ്ഞുങ്ങളോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ ഓൺ കുഞ്ഞുങ്ങളോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ അയൽക്കാരോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ സ്ട്രീറ്റുകളിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. 12 വയസ്സുള്ളപ്പോൾ പാസ്റ്റർ TC ഈശോ എന്നെ സ്ട്രീറ്റിൽ വിളിച്ചു നിർത്തി പരസ്യയോഗത്തിന് എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അന്ന് തുടങ്ങിയതാണ് ഞാൻ പരസ്യയോഗം. ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഈ മിനിഞ്ഞാന്നും PG മാത്യൂസ് സാറ്, പാസ്റ്റർ PG മാത്യൂസ് എനിക്കൊരു മെസ്സേജ് അയച്ചു, സാജു നമ്മുടെ പരസ്യയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഇനി എന്നാ സാജു വരുന്നത്? പരസ്യയോഗത്തിന് വരണേ. എനിക്കിപ്പോഴും, ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്, എനിക്കിപ്പോഴും പരസ്യയോഗത്തിന് ആഫ്രിക്ക ചെന്നാലും അവിടെ ക്യാപ്റ്റൻ സിയാമെ എന്നെ വലിയ വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസിനാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, ക്യാപ്റ്റൻ എനിക്കിതിനേക്കാൾ സന്തോഷം പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്നതാണ്. മറ്റേതിന് സന്തോഷമില്ലെന്നല്ല, ബിക്കോസ് ഗോഡ് ഹാസ് കോൾഡ് മീ ആസ് എ ബൈബിൾ ടീച്ചർ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എന്നെ ബൈബിൾ ടീച്ചറായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കത്തില്ല. എനിക്കിപ്പോഴും എൻ്റെ പാഷൻ യേശുവിനെ അറിയാത്തവരായ ജനങ്ങൾ. ഞാൻ കഴിഞ്ഞിടെയും ആഫ്രിക്കയിൽ ഞാൻ ചെന്ന് ഇന്ത്യക്കാരൻ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പറയുന്നത് കേട്ടപ്പം ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഈ ബൈക്ക് ടാക്സി ഉണ്ട്. ബൈക്ക് ടാക്സിക്കാർ പിള്ളേരെല്ലാം കൂടെ അടുത്ത് വന്നു, ഈ ഹിന്ദിക്കാരൻ എന്നാ പറയുന്നതെന്ന്, ഹിന്ദു എന്തോ പറയുന്നതെന്ന്. ഞാൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവരെ സുവിശേഷത്തിന് വേണ്ടി വിളിച്ചപ്പോൾ പല ടാക്സി ഡ്രൈവേഴ്സും, ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാക്സി അല്ല, ഈ ബൈക്ക് ടാക്സി മുന്നോട്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കണം. നമ്മൾ പരസ്യയോഗങ്ങൾ, നിങ്ങളുടെ നാട്ടിലൊക്കെ പോകുമ്പം നിങ്ങളുടെ പാസ്വേഡോടെ, പാസ്റ്റേ നമുക്കൊരു പരസ്യയോഗം നടത്തണം. ഞങ്ങളുടെ ചർച്ചിലുണ്ട്. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, കുറച്ചാളില്ലായിരുന്നു. പണ്ടതേ ഉള്ളായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പരസ്യവും ഉണ്ടായിരുന്നു. പിന്നെ പാസ്റ്റർമാരിങ്ങനെ മാറി മാറി വരുമ്പം ചിലർ അങ്ങ് നിർത്തിയത്. പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന പാസ്റ്റർ ദൈവകൃപയാൽ അദ്ദേഹത്തിന് പരസ്യയോഗത്തോട് വലിയ താല്പര്യമാണ്. ഞാനിങ്ങോട്ട് വരുന്ന ഞായറാഴ്ച, ഈ ഞായറാഴ്ചയല്ല, അതിൻ്റെ തലേ ഞായറാഴ്ച ഞാൻ കുറിയന്നൂർ ഒരു ജംഗ്ഷനിൽ പരസ്യയോഗത്തിന് പ്രസംഗിച്ചിട്ടാണ് വന്നത്. ഹല്ലേലൂയ. നിങ്ങളും നാട്ടിലൊക്കെ ചെന്ന് പരസ്യയോഗത്തിന് പ്രസംഗിക്കണം. കാര്യം എവ്രി വൺ എവ്രിവെയർ. You need to preach in your home, in your church, in your neighborhood and to the ends of the earth. എല്ലായിടത്തും എല്ലാവരും സുവിശേഷം അറിയണം. എല്ലായിടത്തും എല്ലാവരും സുവിശേഷം അറിയണം. അതിനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. എന്താ? ഈ പാഠൻ നോട്ട് നമ്മുടെ ഇരിക്കുക. കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് പാപമോചനത്തിൻ്റെ നോട്ട്, പാഠൻ നോട്ട് നമ്മളെ തന്നിട്ട് പറഞ്ഞിരിക്കുന്ന യു ഗോ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇതും കൊണ്ട് നീ പോ.
എൻ്റെ അധികാരവുമായിട്ട് നീ പോ. ഞാൻ യേശുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. നീ ചെന്ന് എന്ത് ചെയ്യണം? നീ പോയി സുവിശേഷം അറിയിക്കണം. അത് സഭയും അറിയിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചർച്ച് ഷുഡ് ബി സെൻഡിങ് ചർച്ചസ്. നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ, ഞാൻ വാക്യങ്ങൾ മാത്രം വായിച്ച് പെട്ടെന്നങ്ങ് പോവുകയാണ്. റോമാലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കപ്പെടും. പക്ഷേ നമ്മുടെ നാട്ടിലോ നമ്മുടെ ഇന്ത്യയിൽ യേശുവിനെ കുറിച്ച് അറിയാൻ വയ്യ. അവർ കേട്ടിട്ടില്ല. അവിടെ ചോദിച്ചിരിക്കുന്നത്, അവർ എന്നാൽ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ അവൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ദമോയിൽ ആദ്യം ചെന്ന സമയത്ത് ടൗണിലൊരു കത്തോലിക്ക പള്ളിയുണ്ട്, ഒരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് ചെന്ന് ഒരു തബല ഉണ്ടാക്കുന്ന ഒരുത്തിനോട് ഞാൻ ചോദിച്ചു, ഡു യു നോ ജീസസ്? നിനക്ക് യേശുവിനെ അറിയാമോ? പറഞ്ഞു, എനിക്കറിയത്തില്ലല്ലോ. എടാ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിഷനറിയോട് പറഞ്ഞു, എടാ, ഇതിൻ്റെ 3 കിലോമീറ്റർ അപ്പുറത്ത് പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയുണ്ട്, ഇവൻ ഇതുവരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലയോ? എടാ, ഞാനോട് പറഞ്ഞു, സത്യം പറ, നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടേയില്ലേ? അവൻ ചോദിച്ചു, ഞാനെന്തിനാ കള്ളം പറയുന്നത്? എനിക്കറിയത്തില്ല സാറേ, ഞാൻ ഇതുവരെ അങ്ങേരെ കണ്ടിട്ടുമില്ല, പുള്ളിക്കാരൻ ഈ ഗ്രാമത്തിലല്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. ആ ഗ്രാമത്തിലുള്ള ആരാണ്ട് തിരക്കി ചെന്നെന്നാണ് അയാൾ ചിന്തിച്ചത്. അതാണ് ഇന്ത്യ. ഞങ്ങൾ വേറെ 2 മിഷണറിമാർ ഉടത്തിയെന്ന് ചോദിച്ചു, ഡു യു നോ ജീസസ്? നിനക്ക് യേശുവിനെ അറിയാമോ എന്ന് ഒരാളോട് ചോദിച്ചു. അവൻ മറ്റു 2 പേരെ വിളിച്ചു, ഡു യു നോ ആപ്കോ മാലുമേ യേശു കെ ബാരെ മേ കുച്ച് മാലുമേ? അവൻ ഓരോരുത്തരെ വിളിക്കുക. അവൻ മറ്റൊരാളെ വിളിച്ചു. അങ്ങനെ ആൾക്കൂട്ടമായി, യേശുവിനെ അറിയാമോ? ഒടുവിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു, അവനിവിടെ ഉണ്ടായിരുന്നു, അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുക, അതുകൊണ്ട് അവളുടെ വീട്ടിൽ പോയേക്കുക. അവരുടെ സഭയിൽ അവരുടെ ഗ്രാമത്തിൽ ആരാണ്ട് തിരക്കി ചെന്ന യേശുവിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവർ നമ്മുടെ ചുറ്റുപാടും എത്രയോ ഉണ്ട്. എങ്ങനെ അവർ അവനിൽ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? നീ പോകാതെ എങ്ങനെ അവൻ കേൾക്കുന്നത്? യേശുവിനെ കുറിച്ച് കേൾക്കാൻ എന്താ മാർഗം? അവൻ കേട്ടിട്ടില്ല. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇത്രയും നമ്മൾ അവിടെ നടന്നു, ഇവിടെ നടന്നു, മറ്റേ നടന്നു, മറിച്ച് നടന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഇന്നും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ തന്നെയുണ്ട്. ഞാൻ പോയ പല ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനി എന്ന് കേട്ടിട്ടില്ല. ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, ഇവിടെ ഹിന്ദുക്കളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഏക് ആദ്മി ഹേ ഓ തോ ഹിന്ദു ഇന്ത്യൻ നഹീ ഹേ ഓ തോ പാകിസ്ഥാനി ഹേ എന്ന്. ക്രിസ്ത്യാനി ഇല്ല അവിടെ ആ ഗ്രാമത്തിൽ. ഞാൻ പിന്നെ അവിടുത്തെ കളക്ടറേറ്റിൽ ഞാൻ ചെന്ന് അതിൻ്റെ ഇൻഫർമേഷൻ എടുത്തപ്പോഴാണ് ഞാൻ ചെന്ന ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള 250 ഗ്രാമങ്ങളിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല. 30 കൊല്ലം മുമ്പ് ഞാൻ ചെന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ച ആ ഗ്രാമത്തിൽ ഇന്ന് നമുക്കൊരു സഭയുമുണ്ട്, ഒരു സഭാഹോളും ഉണ്ട്. ഇപ്പോഴും അന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇന്ത്യ അങ്ങനെയാണ്. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അടുത്ത വാക്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? സെൻഡ്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നമ്മൾ അയക്കുന്ന സഭകളാകണം. അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നിങ്ങൾ സമയമില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സഭ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചെന്ന്. നമ്മൾ ദൈവത്തോട് ഒത്തിരി വർത്തമാനം പറയും, പ്രാർത്ഥിച്ച്. പക്ഷെ ദൈവം പറയുന്ന ഒന്ന് കേൾക്ക്. ദൈവം പറയുക, നിന്റെ സഭയിൽ നിന്ന് ഇന്നാരെ നീ ഒന്ന് പറഞ്ഞു വിടാൻ. സഭയാണ്. പൗലോസ് തന്നെ പോയതല്ല, പൗലോസിനെ പറഞ്ഞു വിട്ടതൊരു സഭയാണ്.
ഹല്ലേലൂയ. ഇറ്റ് വാസ് എ സെൻഡിങ് ചർച്ച്. പൗലോസ് അന്ത്യോക്യയിലെ സഭ ഒരു സെൻഡിങ് ചർച്ചായിരുന്നു, പറഞ്ഞു വിടുന്ന സഭയായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറഞ്ഞു വിടുന്നതായ ഒരു സഭ. ലോക സുവിശേഷീകരണം ഒരു സാധ്യമാകണമെങ്കിൽ ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത്, ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗാസ്പൽ ടു ദ ഹോൾ വേൾഡ്. മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും കൊണ്ട് മുഴുവൻ ലോകത്തിലേക്കും പോകുന്നെങ്കിൽ മാത്രമേ ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകത്തുള്ളൂ. അതിനുവേണ്ടി ചിലർ പോട്ടെ, വിളിച്ചിട്ടുള്ളവർ പോട്ടെ. നമ്മുടെ ഒരു പ്രശ്നം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്, ഈ പട്ടത്വ സഭകളുടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? സുവിശേഷ വേല ചെയ്യാൻ കാശ് കൊടുത്ത് ചിലരെ ആക്കും. വിശ്വാസികളാരും സുവിശേഷം അറിയിക്കത്തില്ല, ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. അവർ ഞായറാഴ്ച പള്ളിയിലോട്ട് വരും, പള്ളിയിൽ വന്നിട്ട് സ്വോത്രകാഴ്ച ഇടും, സ്വോത്രകാഴ്ച ഇട്ടിട്ട് കുർബാനയും കൈക്കൊണ്ടിട്ട് പോകും. അതാണ് പട്ടത്വ സഭകൾ. ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പട്ടക്കാരുണ്ട്. വന്ന് പെന്തിക്കോസിലും ഇപ്പം ആൾക്കാർ പറയുന്നത്, ഞങ്ങൾ സഭായോഗത്തിന് വന്നോളാം, ഞങ്ങൾ ദശാംശം കൊടുത്തോളാം. അതുമില്ല, കൊടുത്തോളാം, പക്ഷേ സുവിശേഷം അറിയിക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ വേണം ഇച്ചിരി കാശ് കൊടുത്തേക്കാം. കാശ് നിങ്ങൾ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കാശ് കൊടുക്കുകയാണെങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെ പൈസ കൊടുത്താലും ആ സ്ഥലത്തെയും ആ വ്യക്തികളെയും ഓർത്ത് കരഞ്ഞുകൊണ്ട് വേണം കൊടുക്കാൻ. ഞാൻ എപ്പോഴും പറയും, ഐ ഡോണ്ട് നീഡ് ഡ്രൈ മണി, ഐ നീഡ് ഓൺലി വെറ്റ് മണി. എനിക്ക് ഉണങ്ങിയ പൈസ വേണ്ട, എനിക്ക് നനഞ്ഞ പൈസ മതി. എന്ത് നനവ്? എനിക്ക് പൈസ തരുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരു സഹോദരി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സാജുവിൻ്റെ സുവിശേഷ വേലയ്ക്ക് കുറച്ച് കാശ് തന്നേക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതിനൊന്നും എനിക്ക് നേരമൊന്നുമില്ല, ഞാൻ വേണേൽ കാശ് തന്നേക്കാമെന്ന്. ഞാൻ പറഞ്ഞു, സോറി, എനിക്ക് വേണ്ട അങ്ങനത്തെ കാശ്. ഐ നീഡ് ഓൺലി വെറ്റ് മണി. അയക്കുന്ന സഭകൾ സുവിശേഷം അറിയിക്കാൻ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും മിഷൻ ഫീൽഡിൽ ആഫ്രിക്ക വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അയൽവക്കക്കാരോട് നിങ്ങളൊന്ന് സുവിശേഷം പറഞ്ഞേ. നിങ്ങൾ അവധിക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പാസ്റ്ററെ എന്ത് ചിലവ് വന്നാലും വേണ്ടില്ല, നമുക്കൊരു പരസ്യയോഗം നടത്താം. ഒരു പരസ്യയോഗം നടത്തിയിട്ട് നിങ്ങളവിടെ ഒരു സാക്ഷി പറ. അപ്പം അത് ട്രാക്റ്റ് കൊണ്ട് കൊടുക്ക്. അതിവിടെ വേണമെങ്കിലും അത്യാവശ്യം കൊടുക്കാമല്ലോ. നിങ്ങൾ പരസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരോടെങ്കിലും ഒന്ന് സുവിശേഷം പറ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ, പറയട്ടെ പ്രിയമുള്ളവരെ. വിറ്റ്നസിങ് ഈസ് എ കമാൻഡ്മെൻറ്റ് ഫോർ ഓൾ. എല്ലാവർക്കും ഉള്ളതാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്ക് തീർക്കുകയാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിത്തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായിത്തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. എന്താ? തെസലോനിക്കയിൽ പൗലോസ് പോയി സുവിശേഷം പറഞ്ഞു, പക്ഷേ അവരവിടം കൊണ്ട് സുവിശേഷം കേട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുകയല്ല. അവർ അഖായയിലും മക്കദോന്യയിലും അഖായയിലും ഒക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞു. സഭ സുവിശേഷം എടുത്തുകൊണ്ട് യാത്ര ചെയ്യണം, പോകണം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം പ്രിയമുള്ളവരെ. സഭ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ സഭ എന്ന് പറയുന്നത് കെട്ടിടമല്ല, സംഘടനയല്ല. സുവിശേഷവുമായിട്ട് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.